ATM തൃശ്ശൂരിലെ റോബറിയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളെ നമുക്കറിയാം തമിഴ്നാട്ടിൽ വെച്ചാണ് അവരെ പിടികൂടുന്നത്. ആ പ്രതികളെ ഇപ്പോൾ തെളിവെടുപ്പിനായി കവർച്ച നടത്തിയ ATM സെന്ററുകളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. MS ലിഷോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ലിഷോയി, കേരളത്തെ ഞെട്ടിച്ച ഒരു ഏറ്റുമുട്ടലിലൂടെ പ്രതികളെ പിടികൂടിയ സംഭവത്തിലാണ് ഇപ്പോൾ ATM തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരമ്പരയാണ് നടന്നത്. എവിടെയൊക്കെയാണ് 3 സ്ഥലങ്ങളിലാണ് ഈ കൃത്യം നടന്നിരിക്കുന്നത്. അവിടേക്കൊക്കെ പ്രതികളെ എത്തിക്കുകയാണോ? എത്ര പേരാണ് പ്രതികൾ സംഘത്തിൽ ഉള്ളത്? വൻ സുരക്ഷാ സന്നാഹമാണോ ഒരുക്കിയിരിക്കുന്നത്? പ്രജീഷ്, ഈ വാഹനത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് അല്പസമയം മുമ്പാണ് ഈ പ്രതികളെ കേരളത്തിലേക്ക് എത്തിച്ചത്. അതീവ സുരക്ഷ വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി തമിഴ്നാട് സംഘം നൽകിയിട്ടുണ്ട്. കാരണം അത്രയേറെ ഈ പ്രതികൾ ആപത്കരമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തമിഴ്നാട് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 3 ATMകൾ തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട മാപ്രാണത്തും അതുപോലെ തന്നെ തൃശ്ശൂർ ഷൊർണൂർ റോഡിലും തൃശ്ശൂർ കോലഴിയിലും 3 ATMകളാണ് ഈ സംഘം തകർത്തിട്ടുള്ളത്. അതായത് മേവത്ത് ഗ്യാങ്ങിൽപ്പെട്ട ഈ പ്രതികളാണ്. ഇതിൽ 5 പേരെയാണ് നിലവിൽ തൃശ്ശൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3 FIRകളാണ് തൃശ്ശൂരിൽ ഈ പ്രതികൾക്ക് എതിരായി ഉള്ളത്. 3 ATMകൾ കവർച്ച ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് നാളെയാണ് ഇവരെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം തന്നെ നടക്കുക എന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കും. എന്നിട്ട് അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുക. ഈ 3 ഇടങ്ങളിലും സമാനമായ രീതിയിൽ മോഷണം വളരെ പ്ലാൻഡായി നടത്തിയ ഒരു സംഘമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു ഏറ്റുമുട്ടലിന് ശേഷമാണ് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ 6 പേരാണ്, 6 പ്രതികളാണ് നിലവിൽ ആകെ അറസ്റ്റിലായിരിക്കുന്നത്. ഈ 6 പ്രതികളിൽ അയാൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഏറെ ഉള്ള ഒരു അവസ്ഥയാണ്. അതായത് ഒരു കാലിന് ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ ചികിത്സയിലാണ്. മറ്റ് 5 പ്രതികളെയാണ് നിലവിൽ ഈ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘത്തിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. 65 ലക്ഷത്തോളം രൂപയാണ് ഈ പ്രതികൾ 3 ATMകളിൽ നിന്നായി കവർന്നിട്ടുള്ളത്. ആ പണമെല്ലാം തന്നെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കവർച്ചയ്ക്ക് ശേഷം അതായത് പുലർച്ചെ 2 മണിയോടുകൂടി ആരംഭിച്ച കവർച്ച, അതിനുശേഷം ഏകദേശം 3:30 തന്നെ ഈ സംഘം തൃശ്ശൂരിൽ നിന്ന് വിട്ടിരുന്നു. അതിനുശേഷം പിന്നീട് തമിഴ്നാട്ടിലെ നാമക്കലിന് സമീപത്ത് നിന്നാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി പോലീസ് പിടിച്ചെടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ഇവിടെ കാറിലായിരുന്നു ഈ മോഷണമെല്ലാം തന്നെ നടത്തിയിരുന്നെങ്കിൽ അതിനുശേഷം പോയിരുന്നതെങ്കിൽ പിന്നീട് ഈ കാർ മണ്ണുത്തി ഭാഗത്ത് വെച്ച് കണ്ടെയ്നർ ലോറിക്കകത്തേക്ക് കടത്തുകയും അതിനുശേഷം ഈ കണ്ടെയ്നർ ലോറിയുമായി ഇവർ ഈ ജില്ലയും സംസ്ഥാനവും വിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച വളരെ പ്ലാൻഡായി നടത്തിയ ഒരു ATM കവർച്ച, ആ കവർച്ചയിൽ പ്രതികളെ പിടികൂടിയതിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിരവധി കേസുകളുണ്ട്. കാരണം അവിടെ വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ സംഭവങ്ങളുണ്ട്, പോലീസിന് നേരെ ആക്രമണം നടത്തിയ സംഭവങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി FIRകൾ തമിഴ്നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റിമാൻഡിലായിരുന്ന പ്രതികളെ പിന്നീട് കോടതിയിൽ നിന്ന് പ്രൊഡക്ഷൻ വാറന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ച ശേഷം പിന്നീട് നിയമ നടപടികൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തെളിവെടുപ്പാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം അവിടെ ഇവരുടെ വിരലടയാളം അടക്കമുള്ള ശേഖരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരാളുടെ വിരലടയാളം മാച്ച് ചെയ്യുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നടപടികളൊക്കെ തന്നെ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ ഇനി നിമിഷങ്ങളിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതായത് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഏതൊക്കെ രീതിക്കാണ് ഇവർ ഈ മോഷണം നടത്തിയതെന്നുള്ളതിൻ്റെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളാണ് ലഭിക്കേണ്ടത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അന്വേഷണവുമായി ഈ സംഘം ഒന്നും തന്നെ സഹകരിച്ചിരുന്നില്ല. അത് തമിഴ്നാട് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇവർ വളരെ വലിയ, അതായത് ഒരു ഗ്യാങ്ങിൽപ്പെട്ട മേവത്ത് ഗ്യാങ് എന്ന് പേര് കേട്ട ഒരു വലിയ കവർച്ചാ സംഘത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ഈ പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഹരിയാന സംസ്ഥാനത്തെ നൂഹ് എന്ന് പറയുന്ന ഇടത്തു നിന്നാണ് പ്രധാനമായും ഈ സംഘങ്ങളെല്ലാം തന്നെ ഉള്ളത്. ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പൂർണ്ണമായും
ഇത്തരത്തിൽ ഈ കവർച്ചയിലെല്ലാം തന്നെ വളരെയേറെ പ്രാവീണ്യം നേടിയ ഒരു സംഘം കൂടിയാണ് ഇവർ. നേരത്തെ ATM മെഷീനുകൾ ഈ പഴയ ATM മെഷീനുകൾ വാങ്ങി അത് പൊളിച്ച് എങ്ങനെയാണ് അതിൽ നിന്ന് കവർച്ച നടത്തുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ട്രെയിനിങ് നേടിയ ശേഷമാണ് പിന്നീട് ഈ തൃശ്ശൂരിൽ ഈ ഒരു ATM കവർച്ചയ്ക്കായി എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിക്ക് ATM മെഷീൻ പൊളിച്ചാൽ അതിൽ നിന്ന് പണം ലഭിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഈ സംഘത്തിന് അറിയാമായിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു കവർച്ച നടത്തിയ ഒരു സംഘം, ആ സംഘമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നാളെ രാവിലെ മുതൽ തന്നെ ഈ 3 ATM കൗണ്ടറുകളിലേക്കും എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം ഈ മാപ്രാണത്ത് വെച്ചാണ് ഈ സംഘം കവർച്ച നടത്തിയത്. അതിനുശേഷം ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ തൊട്ടടുത്ത് ഏകദേശം ഒരു 20 കിലോമീറ്റർ അപ്പുറത്തുള്ള തൃശ്ശൂർ ഷൊർണൂർ റോഡിലുള്ള ATMിലാണ് കവർച്ച നടത്തിയത്. അതിനുശേഷം ഏകദേശം ഒരു 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ കോലഴിയിലുള്ള ATMിലാണ് കവർച്ച നടത്തിയത്. അങ്ങനെ 3 ATMകളിലും കവർച്ച നടത്തിയ ശേഷം ഈ കാർ അതിസാഹസികമായി കണ്ടെയ്നർ ലോറിക്ക് അകത്തേക്ക് കയറ്റിയ ശേഷമാണ് ഇവർ ഇവിടെ നിന്ന് പോകുന്നത്. പോലീസ് വളരെ വേഗത്തിൽ ആക്ട് ചെയ്തതിനാൽ തന്നെ ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിച്ചു. ഇപ്പോൾ ഈ പ്രതികളെ തൃശ്ശൂരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവരെ ഒരുമിച്ച് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമോ? ഒരാൾ കൂടി ചികിത്സയിലുള്ള ആളുണ്ട്, ഒരു പ്രതി. ആ പ്രതിയെ എങ്ങനെയായിരിക്കും ആ പ്രതിയെ എത്തിക്കുക? അതിന് കാലതാമസമുണ്ടോ? ഈ 5 പേർക്ക് വേണ്ടിയാണോ ഇനി കസ്റ്റഡി അപേക്ഷ നൽകാൻ പോകുന്നത്? തീർച്ചയായും ഈ 5 പേരെ തന്നെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കും. മറ്റ് ഒരാളെ പിന്നീട് ഈ അവിടെ നിന്ന് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം ഇവിടേക്ക് എത്തിച്ച് കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 5 പേർക്കും തമിഴ്നാട്ടിലും കേരളത്തിലും ഈ കേസുകളുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഈ പ്രതികളെ കൊണ്ടുപോകേണ്ടതുമുണ്ട്. ശരി, എസ് ലിഷോയാണ് ആ സ്പോട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അവിടെ തൃശ്ശൂരിൽ എത്തിച്ചിരിക്കുന്നു ATM തട്ടിപ്പിലെ പ്രധാനപ്പെട്ട 5 പ്രതികളെ.